ഹായ്. അപ്പോൾ ഇന്ന് വിപാസന മെഡിറ്റേഷനെ പറ്റി സംസാരിക്കാം. ഈ വിപാസന മെഡിറ്റേഷനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത് എസ്.എൻ. ഗോയങ്ക എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു ലെവൽ ഓഫ് ബുദ്ധ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോട്ട് ദി അൾട്ടിമേറ്റ് ബുദ്ധ, ബട്ട് ഹി വാസ് ഒരു വളരെ ഹയർ കോൺഷ്യസ്നസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ എസ്.എൻ. ഗോയങ്കയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി തന്നെ ആദ്യം പറയാം. ഞാനിതെൻ്റെ ഓർമ്മയെന്നാണ് പറയുന്നത്, ഞാൻ പഠിച്ച് പറയില്ല. സോ എന്തെങ്കിലും തെറ്റിയാൽ എന്നോട് ക്ഷമിക്കുക. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ഒറിജിൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആൻസിസ്ട്രൽ ഹിസ്റ്ററി ഇന്ത്യയിലായിരുന്നെങ്കിലും അദ്ദേഹം ജനിച്ചതും വളർന്നതുമൊക്കെ ബർമയിലാണ്. ഇന്ന് ബർമ എന്നൊരു രാജ്യമല്ല, എനിക്കൊന്ന് ഇന്ന് ബർമ മ്യാൻമാറാണ്. അവിടെ വളർന്ന അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഹിന്ദു ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിന്ദു ലൈഫ് സ്റ്റൈലാണ് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. അദ്ദേഹം അവിടെ ബിസിനസ്സുകാരനായി, കോടീശ്വരനായി, വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന, സ്ഥിരമായി ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് എന്താ പറയുക ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നിരുന്നാൽ അദ്ദേഹത്തിന് സിവിയർ ആയിട്ടുള്ള മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നറിയാത്ത ഭയങ്കര ശക്തമായ തലവേദന അദ്ദേഹത്തിന് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പോവാത്ത രാജ്യങ്ങളില്ല, ചെയ്യാത്ത ചികിത്സകളില്ല. ഇന്ന് ഡ്രഗായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന മോർഫീനൊക്കെ അന്ന് നോർമൽ യൂസിന് വരെ യൂസ് ചെയ്യുമായിരുന്നു. പല കാലഘട്ടങ്ങളിലാണ് ഈ ഡ്രഗിന് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായത്, നിങ്ങൾക്കറിയായിരിക്കും. സോ ആ കാലഘട്ടത്തിൽ മോർഫീൻ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മോർഫീൻ തുടങ്ങി വളരെ ഹൈ ആയിട്ടുള്ള പല പെയിൻ കില്ലേഴ്സും ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്തിരുന്ന വ്യക്തിയാണ് മിസ്റ്റർ എസ്.എൻ. ഗോയങ്ക. കാര്യം വേറൊന്നുമില്ല, ഈ തലവേദന ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഒരു ലഹരിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതല്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോട് ഒരു ബുദ്ധ സന്യാസിയെ പറ്റി പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ആ ബുദ്ധ സന്യാസിയെ കാണാൻ പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹം ഈ ബുദ്ധ സന്യാസിയോട് പറഞ്ഞപ്പോൾ ആ സന്യാസി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ 10 ദിവസം എന്നോടൊപ്പം സമയം ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ തലവേദന ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എസ്.എൻ. ഗോയങ്ക ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിച്ച് കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചിലവാക്കി അദ്ദേഹം ഒരു 10 ദിവസം കൂടെ ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. കാരണം അത്രയും സിവിയർ തലവേദന അദ്ദേഹത്തിൻ്റെ ലൈഫ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എസ്.എൻ. ഗോയങ്ക 10 ദിവസം അവിടെ ആ ബുദ്ധ സന്യാസിയോടൊപ്പം സ്പെൻഡ് ചെയ്യുകയാണ്. ആ 10 ദിവസത്തിനപ്പുറം അദ്ദേഹത്തിൻ്റെ തലവേദന പൂർണ്ണമായും പോവുകയുണ്ടായി. ഈ 10 ദിവസം അവിടെ നടന്നത് ഒരു മെഡിറ്റേഷൻ ക്ലാസ്സാണ് നടന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കോഴ്സാണ് നടന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ ടേംസിൽ നമുക്ക് പറയാം. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സ്ട്രെസ്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചില പിരിമുറുക്കങ്ങൾ, ചില വൈബ്രേഷൻസ് ആണ് അദ്ദേഹത്തിന് ഈ തലവേദന ഉണ്ടാക്കി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ആ 10 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തതോടുകൂടി അദ്ദേഹത്തിൻ്റെ തലവേദന പൂർണ്ണമായി മാറി. അദ്ദേഹം പിന്നെയും ഒരുപാട് ഹയർ ലെവൽ ഓഫ് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് ആ ബുദ്ധ സന്യാസ മഠത്തിൽ ആ ബുദ്ധ സന്യാസി തൻ്റെ ഗുരുവായി സ്വീകരിച്ച് സമയം സ്പെൻഡ് ചെയ്തു. അദ്ദേഹവും സ്വയം ഒരു ബുദ്ധ സന്യാസിയായി മാറി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ എല്ലാ ബിസിനസ്സുകളും അദ്ദേഹം ഫാമിലിയെ ഏൽപ്പിച്ച് അദ്ദേഹം ഈ ഒരു പാത്തിൽ, അതായത് പാത്ത് ഓഫ് ധമ്മ എന്ന് പറയും, ധർമ്മ എന്ന് നമുക്ക് ഇന്ത്യൻ ലാംഗ്വേജ് പ്രകാരം പറയാം. ധമ്മയുടെ പാത്ത് ഫോളോ ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം തീരുമാനിച്ചതിന് അങ്ങനെ ഇരിക്കുക, അങ്ങനെ അത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുരു മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ത്യയിലോട്ട് പോകൂ. ഈ ബുദ്ധിസം ഉണ്ടായത് ഇന്ത്യയിലാണ്. വിപാസന മെഡിറ്റേഷൻ്റെ ഉപജ്ഞാതാവ് സാക്ഷാൽ ഗൗതമ ബുദ്ധനാണ്. അപ്പോൾ ആ ഇന്ത്യയിൽ ഈ ഒരു മെഡിറ്റേഷൻ വിപാസന എന്ന് പറയുന്ന നഷ്ടപ്പെട്ടു പോയ ആ ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം, അതിനുവേണ്ടി നിങ്ങൾ ഇന്ത്യയിലേക്ക് വരണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഇന്ത്യയിലോട്ട് അയച്ചു. ഒരുപാട് കാശൊന്നും ഇല്ലാതെ അദ്ദേഹം ഇന്ത്യയിൽ വന്നു. അദ്ദേഹം ഇത് ചെയ്യാൻ തുടങ്ങി. ഇതിന് വിപാസന കോഴ്സുകൾ അദ്ദേഹം നടത്താൻ തുടങ്ങി. 10 ദിവസത്തെ കോഴ്സുകളാണ് അദ്ദേഹം നടത്താൻ തുടങ്ങിയത്, അതും ഫ്രീ ആയിട്ട്. അദ്ദേഹം എപ്പോഴും പറയാനുള്ള കാര്യമാണ്, കാരണം പണം മേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മളൊരു ലാഭം കണ്ടുകൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പ്യുവറായി ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ധമ്മ പാത്ത് തന്നെ ഫോളോ ചെയ്യണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ ഭയങ്കരമായ ആശ്വാസവും സമാധാനവും ചില ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നൊക്കെ മാറ്റമൊക്കെ ഉണ്ടായി. അത് കാരണം അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി ഫുൾ ടൈം ഇതിനുവേണ്ടി ലൈഫ് ഫുള്ളായിട്ട് ഇതിനുവേണ്ടി മാറ്റി. അദ്ദേഹത്തിൻ്റെ വൈഫും മക്കളുമാണ് ഇവിടെ ഇന്ത്യയിലേക്ക് വന്നത്. ഫുൾ ടൈം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. ഇതിൽ വന്ന് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് മനസ്സിലായി. പയ്യെ അദ്ദേഹം ഒരുപാട് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിൽ മൊത്തം എനിക്കൊന്ന് 1000കണക്കിന് വിപാസന സെൻറ്റേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും എല്ലാ സംസ്ഥാനത്തുള്ള ലെവലിൽ അത് വളർന്നു. ലോകം മൊത്തം വളർന്നു. ഏകദേശം 190ഓളം രാജ്യങ്ങളിൽ വിപാസന സെൻറ്റേഴ്സ് ഇന്നുണ്ട്. എല്ലായിടത്തും വിപാസന കോഴ്സുകൾ ഫ്രീ ആണ്, 100%. നിങ്ങൾക്ക് അവരെ സഹായിക്കണമെന്ന് തോന്നിയാൽ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യാം. ആ വിപാസന കോഴ്സുകൾ നിലനിൽക്കണമെന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റ് കിട്ടിയാൽ. അല്ലാതെ 1 രൂപ ആരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിക്കാറില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഡൊണേറ്റ് ചെയ്താൽ മതി. കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി, ഈ ഡൊണേഷൻ അത്തരം കാര്യങ്ങളെ പറ്റി സംസാരിക്കേണ്ട ആവശ്യം തന്നെ ഉള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായാൽ. ഇത് നമ്മുടെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു കിരൺ ബേഡി താറല്ലല്ലോ ബീഹാറിൻ്റെ താർ ജയിൽ, ആ ഒരു ജയിലിൻ്റെ പേരെനിക്കുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ജയിൽ ഏതാണ്, എനിക്ക് പേരിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. എനിവേ, ആ ജയിലിൻ്റെ സൂപ്രണ്ടൻ്റായിരുന്ന സമയത്ത് അവിടെ തടവ് പുള്ളികൾക്ക് വേണ്ടി മെഡിറ്റേഷൻ കോഴ്സുകൾ നടത്തിയിട്ടുണ്ട്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അവിടെ. അത് ചെയ്തതെന്ന് ഒരുപാട് റിഫോർമേഷൻ സംഭവിച്ച ഒരുപാട് തടവ് പുള്ളികളുണ്ട്. അല്ലാത്ത വിലയ്ക്ക് ജയിലിൽ കിടന്നതുകൊണ്ട് ആരും നന്നായ ചരിത്രമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മെഡിറ്റേഷൻ കോഴ്സ് കൊണ്ട് നന്നായ ആളുകളുണ്ട്, ശരിക്കും ഒരു മഹാപുരുഷന്മാരായ ആളുകളുണ്ട്. നൗ ലെറ്റ്സ് കം ബാക്ക് ടു വിപാസന മെഡിറ്റേഷൻ. ഈ വിപാസന മെഡിറ്റേഷനെ പറ്റി ഞാൻ പറഞ്ഞ എസ് എൻ ഗോയങ്കയുടെ വിപാസന മെഡിറ്റേഷനാണ്. ഈ വിപാസന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിൽ പല രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടു പോയിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഈ ബ്രത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ശ്വാസം വരുന്നു പോകുന്നു, അതിൽ ശ്രദ്ധിക്കുക. ഈ ബ്രത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്നതാണ് വിപാസന എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതല്ല വിപാസന. വിപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വാച്ച്ഫുൾനെസ്, കാണുക എന്നുള്ളതാണ് വിപാസനയുടെ അർത്ഥം. ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ഒരു കാര്യം കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് വിപാസന. അല്ലാതെ ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത് മാത്രമല്ല വിപാസന. ഇനി 10 ദിവസത്തെ വിപാസന കോഴ്സിനെ പറ്റി പറയാം. അതും എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. 10 ദിവസത്തെ വിപാസന കോഴ്സിൽ ആദ്യത്തെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണോ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് അവിടെ തന്നെ 10 ദിവസം താമസിച്ചിരിക്കണം, കമ്പൽസറിയാണ്. 10 ദിവസവും സംസാരിക്കാൻ പാടില്ല, മൗനം എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വിപാസന കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ടീച്ചറിനോട് ചോദിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. മുമ്പ് ഈ കോഴ്സുകൾ നേരിട്ട് എസ് എൻ ഗോയങ്കാജിയാണ് നടത്തിയിരുന്നത്. അദ്ദേഹം 95-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് അതിനുശേഷം അദ്ദേഹം ലൈവായിട്ട് പറഞ്ഞു, ഓൾമോസ്റ്റ് എനിക്കൊന്ന് ഈ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേപ്പുകൾ അവരവിടെ വൈകുന്നേരങ്ങളിൽ പ്ലേ ചെയ്യാറുണ്ട് ഈ കോഴ്സുകൾ നടത്തുന്നത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. ഇപ്പോഴും അത് വെച്ച് തന്നെയാണ് അവർ ആ കോഴ്സ് പലയിടത്തും നടത്താറുള്ളത്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അടുത്ത ടീച്ചേഴ്സ് പറഞ്ഞുതരും. ഈ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലാതെ നമ്മൾ ആരോട് സംസാരിക്കാൻ പാടില്ല. ഫോണ് മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളൊരു മെഡിറ്റേഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നിങ്ങളുടെ ഫാമിലി മെമ്പറിന് ഈ സെൻറ്ററിൻ്റെ നമ്പർ കൊടുത്തിരുന്നാൽ അവർ കോൺടാക്ട് ചെയ്താൽ സെൻറ്റർ നിങ്ങളെ അറിയിക്കും. അത്ര തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു മാസ്റ്റർ നിങ്ങളെ അറിയിക്കും. 10 ദിവസം ഒരു കംപ്ലീറ്റ് സെക്ലൂഷനാണ്. നിങ്ങളെ കൂടെ ചിലപ്പോൾ വേറെ ആൾക്കാരുണ്ടായിരിക്കും, കോഴ്സിന് മിക്കവാറും ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കുക. അവരോട് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ അവരോട് നിങ്ങൾക്ക് ഒരുമിച്ചായിരിക്കും ഉറങ്ങുന്നതൊക്കെ, ഡോർമെറ്ററി പോലത്തെ സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ സൈലൻസ് കീപ്പപ്പ് ചെയ്യണം. അതുപോലെ തന്നെ വളരെ ലഘുവായിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ഫുഡ് ഒരിക്കലും കിട്ടത്തില്ല. വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടും. ലഘുവായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകളിലേക്ക് വളരെ ലൈറ്റായിട്ടുള്ള ഫുഡുകളായിരിക്കും. മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഫ്രൂട്ട്സ് തന്നെയാണ്. ഇതായിരിക്കും നമ്മൾ കഴിക്കേണ്ടത്. കള്ളം പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. നോൺ വയലൻസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഈ അഷ്ടാംഗ യോഗയിൽ പറയുന്ന ചില പാത്ത് ഉണ്ട്, നിങ്ങൾക്കത് അറിയാമായിരിക്കും. അതായത് കള്ളം ചെയ്യരുത്, പറയരുത്, ചിന്തിക്കരുത്, ആരെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്തിരിക്കും 10 ദിവസം. എന്നാലും അതിന് ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം മൈൻഡും സോളും പ്യുവറാക്കുന്നൊരു പ്രോസസ്സാണ്. നമ്മുടെ ഫോക്കസിനും കോൺസെൻട്രേഷനും ആ ഒരു പ്യൂരിറ്റി കിട്ടണമെങ്കിൽ നമ്മളത് ഫോളോ അപ്പ് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഈ ദിവസങ്ങളിൽ നമുക്കൊരു കൊതു വന്ന് കടിച്ചാൽ പോലും അടിച്ച് കൊല്ലാൻ പാടില്ലെന്നൊക്കെ പറയും. ആ ഒരു ലെവൽ ഓഫ് പ്യൂരിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. എന്നിട്ട് കോഴ്സിലേക്ക് കിടക്കാം. ഇത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊന്ന് രാവിലെ 4 മണിക്ക് എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 9 മണി വരെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അത് ഒരേപോലെ ഒരേ സ്ഥലത്തിരിക്കണം. ഇരിക്കാൻ നല്ല അത്യാവശ്യം ഇരിക്കാൻ സുഖമുള്ള കുഷനൊക്കെ നിങ്ങൾക്ക് തരും. അതിലിരുന്നു കൊണ്ട്, തറയിലിരുന്നു കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യത്തെ 3 ദിവസം ആനാപാന എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ഇവിടെ മൂക്കിൻ്റെ ആ തുമ്പിലൂടെ ശ്വാസം വരുന്നതും പോകുന്നതും വെറുതെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. ആലോചിച്ച് നോക്കണം, രാവിലെ 4 മണി തൊട്ട് രാത്രി 9 മണി വരെ നല്ല സുഖമായിരിക്കും. ഇടയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ഗ്യാപ്പൊക്കെ കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതല്ല സത്യം പറഞ്ഞാൽ അവിടെ മെഡിറ്റേഷൻ. അവിടെ ഇതൊരു പ്രിപ്പയറിംഗ് ആണ് ശരിക്കും നടക്കുന്നത്. അതായത് ഈ 3 ദിവസം നിങ്ങളിങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു 3 ദിവസം പോയിട്ട് 1 മണിക്കൂറെങ്കിലും പോട്ടെ, ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് ശ്വാസം വരുന്നത് പോകുന്നത് മാത്രം നോക്കിയിരിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് യു എ സ്റ്റാർട്ട് ഫോർ ദ മെഡിറ്റേഷൻ. അതായത് നിങ്ങൾ 3 ദിവസം ഇത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പയ്യെ നിങ്ങൾക്ക് നിങ്ങളുടെ നോസിന് ചുറ്റാകെ ഉണ്ടാകുന്ന സെൻസേഷൻസ് ഫീൽ ചെയ്യാൻ സാധിക്കും.
നോസ്ട്രൽസിന് ചുറ്റുമാകെ ഈ ശ്വാസം ടച്ച് ചെയ്യുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഉള്ള സെൻസേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അവിടെയൊക്കെ സെൻസേഷൻ ഉണ്ട്, പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മൾ അത്രത്തോളം കണ്ടീഷൻഡ് ആയിപ്പോയി, നമ്മുടെ ശ്രദ്ധ പലതിലേക്ക് മാറിപ്പോയി, നമുക്ക് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന സെൻസേഷൻ പോലും നമ്മൾ അറിയാറില്ല. അത്രയും നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആണ്. പക്ഷേ ഈ കോഴ്സ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിൽ ഇങ്ങനെ വന്ന് ടച്ച് ചെയ്യുന്ന അവിടെ ഉണ്ടാകുന്ന ആ മൂക്കിന് ചുറ്റാകെ ഉണ്ടാകുന്ന സെൻസേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ആ സെൻസേഷൻ നിങ്ങൾ ഫീൽ ചെയ്ത് കഴിയുന്നതിന് ശേഷം ഇതൊരു 3 ദിവസം ചെയ്യണം. ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും നമുക്ക്, പക്ഷേ എന്നാലും നമ്മൾ സഹിച്ച് ചെയ്യുക. 3 ദിവസം ചെയ്യുമ്പോൾ ഈ സെൻസേഷൻ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നീടാണ് റിയൽ വിപാസന മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. റിയൽ വിപാസന മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹെഡ് ടു ടോ, തലയുടെ ഇവിടെ മുതൽ കാലിൻ്റെ അറ്റം വരെ, തുമ്പ് വരെ നമ്മളിങ്ങനെ നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഓരോ എന്തെങ്കിലും ഒരു സെൻസേഷൻ നമ്മൾ എവിടെയെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരു സെൻസേഷൻ ഇല്ലെന്ന് തോന്നുമായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ശ്വാസം വരുന്നതും പോകുന്നതും പോലും ഫീൽ ചെയ്യുന്ന ലെവൽ ഓഫ് സെൻസേഷൻ അറിയാൻ തക്ക സെൻസിറ്റിവിറ്റി ഈ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആനാപാനം ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത പല സെൻസേഷനുകളും നിങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു സെൻസേഷൻ ഉണ്ടായാൽ ആ സെൻസേഷനിൽ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. ഇക്വിനമിറ്റി എന്ന് പറയുന്ന കാര്യം, അതായത് മനസ്സിനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുക. വെറുതെ ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ അതൊരു പ്ലസൻറ്റ് സെൻസേഷൻ ആയിരിക്കും, ചിലപ്പോൾ മോശം സെൻസേഷൻ ആയിരിക്കും. നിങ്ങളത് പ്ലസൻ്റ് ആണോ അത് മോശമാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. വെറുതെ ആ സെൻസേഷനിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ സെൻസേഷൻ അങ്ങ് മാഞ്ഞു പോകും. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നിങ്ങളിങ്ങനെ വീണ്ടും ബോഡി സ്കാൻ ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും സെൻസേഷൻ ഉണ്ടോ, അടുത്തൊരു സെൻസേഷൻ അറിയുന്നു. നിങ്ങളിപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല സെൻസേഷൻ നിങ്ങൾ അപ്പോൾ അറിയും, അത് സത്യമാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത സെൻസേഷനിലോട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ അത് സംഭവിക്കും. അതും കുറേ നേരം നിങ്ങൾ അതിനെ ജഡ്ജ് ചെയ്യാതെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പയ്യെ അത് മാഞ്ഞു പോകും. ഇങ്ങനെയാണ് വിപാസനയുടെ ഒരു മെത്തേഡ്. നിങ്ങൾക്ക് പയ്യെ ഇത് സത്യം പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്, ഈ നിങ്ങൾ പയ്യെ നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാവും. അതായത് ആദ്യം നമുക്കുണ്ടാകുന്ന സെൻസേഷനാണ്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സെൻസേഷനുകളാണ് ചിന്തകളായിട്ട് മാറുന്നത്. പ്ലസൻറ്റ് സെൻസേഷൻ ഉണ്ടാകുമ്പോൾ പ്ലസൻറ്റ് തോട്ട്സ് വരും. ഒരു മോശം സെൻസേഷൻ ഉണ്ടാകുമ്പോൾ ഒരു അവേർഷൻ വരും നിങ്ങളുടെ മനസ്സിൽ. അതാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ മൈൻഡ് ബോഡി കണക്ഷനും ഈ സെൻസേഷൻസ് എങ്ങനെയാണ് മെൻ്റൽ ഇമേജ് ഉണ്ടാക്കുന്നതെന്നും ആ മെൻ്റൽ ഇമേജ് ഡിസയറായിട്ടും പ്ലഷറായിട്ടും ആങ്കറായിട്ടും ആങ്സൈറ്റി ആയിട്ടും ഡിപ്രഷനായിട്ടും മാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞുള്ള അറിവല്ല, നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നോക്കൂ, അനുഭവിച്ചുള്ള അറിവ് മാത്രമേ എപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുകയുള്ളൂ. എത്രത്തോളം കഥകൾ കേട്ട് പഠിച്ചതുകൊണ്ട് നമ്മളത് പഠിക്കാൻ പോകില്ല. അനുഭവത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റും. അത് അനുഭവിച്ചറിയുന്നത് പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ സെൻസേഷനിൽ വെറുതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് വെറുതെ അവെയറായിട്ടിരിക്കുമ്പോൾ, അവെയർനെസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, ബോധം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഈ സെൻസേഷൻ അങ്ങ് പോകും. എത്ര വലിയ സെൻസേഷനായാലും, എത്ര മോശം സെൻസേഷനായാലും, എത്ര നല്ല സെൻസേഷനായാലും. ഇതെന്താണ്? ഇത് ബുദ്ധയുടെ യഥാർത്ഥ ടീച്ചിങ്, ധമ്മ ടീച്ചിങ് എന്ന് പറയുന്ന ടീച്ചിങ്ങിന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ്. അതായത് ലൈഫിൻ്റെ ഇംപെർമനൻസ്, അതായത് ഈ ലോകത്തൊന്നും നിലനിൽപ്പില്ല. എത്ര വലിയ സുഖമുണ്ടായാലും എത്ര വലിയ സങ്കടമുണ്ടായാലും ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല. നമ്മളിതെല്ലാം അറിയുന്ന അറിവായിട്ട് നിൽക്കുക. ജസ്റ്റ് ബി അവെയർ ഓഫ് ഇറ്റ് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരാൻ ഈ 10 ദിവസത്തെ കോഴ്സ് സാധിക്കും. ഈ 10 ദിവസത്തെ കോഴ്സ് കൊണ്ട് ഇപ്പം എസ് എൻ ഗോയങ്കാജിയുടെ മൈഗ്രെയിൻ മാറിയതിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പിന്നീട് ലൈഫിൽ ഒരിക്കലും മൈഗ്രെയിൻ ഉണ്ടായിട്ടില്ല. അതുപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എസ് എൻ ഗോയങ്കാജിയോട് തന്നെ ഇതിനെപ്പറ്റി പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും സമാധാനമാക്കാനും ഈ വിപാസനയുടെ റിയലൈസേഷൻ അല്ലേ, ധമ്മ മനസ്സിലാക്കാനായിട്ട് വേണ്ടി ഇവിടെ വരിക. ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ചില അസുഖങ്ങൾ മാറിയെന്നിരിക്കാം. സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ചില പോർഷൻസിൽ ചില ട്രോമകൾ ഇങ്ങനെ നമ്മുടെ സെൻസേഷൻസ് ഇങ്ങനെ ടൈപ്പായി കിടക്കും. നമ്മുടെ ഇമോഷനും നമ്മുടെ സെൻസേഷനുമായിട്ട് ഇങ്ങനെ ലോക്ക്ഡായി കിടക്കും. അത് പൂർണ്ണമായി റിമൂവ് ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായി മാറിയെന്നിരിക്കുക. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ അസുഖം മാറണമെന്നില്ല. അങ്ങനെ സംഭവിക്കാം. ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക്. ഇത് ഒരു സയൻറ്റിഫിക്കലി അപ്രൂവ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ വിപാസന മെഡിറ്റേഷൻ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ബോഡി സെൻസേഷനും മൈൻഡുമായിട്ടുള്ള കണക്ഷനും, അത് നമ്മുടെ ചില ട്രോമ റിലീസിങ് നടക്കുന്നതും, അത് കാരണം ചില ഫിസിക്കൽ എയിൽമെൻറ്റ്സ്, ചില ഈ ശ്രദ്ധക്കുറവ് കൊണ്ട് സെൻസേഷൻ ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് നടക്കുന്ന ചില
ക്രിയേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ എലിമെൻറ്റ്സ് ഇത് കാരണം മാറുമെന്നുള്ള കാര്യം സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, സീരിയസ്ലി ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഗൂഗിളിലൊക്കെ. അപ്പോൾ അതാണ് ഈ വിപാസനയുടെ ഒരു പ്രത്യേകത. ഈ വിപാസന 10 ദിവസത്തെ കോഴ്സാണ്. നിങ്ങൾക്ക് പിന്നീട് വീണ്ടും റിപ്പീറ്റഡ്ലി കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ ലൈഫിൽ ഈ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുറത്തിറങ്ങി എല്ലാം പഴയ പോലെ നമ്മൾ വീണ്ടും ഒരു ധമ്മ പാത്ത് ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ പല രീതിയിൽ പോകുന്നു, പ്ലഷറിൽ അഡിക്റ്റ് ആവുന്നു, മറ്റേ സെൻസേഷനിൽ അഡിക്റ്റ് ആവുന്നു. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് വീണ്ടും വേണമെങ്കിൽ റിപ്പീറ്റഡ്ലി കോഴ്സ് ചെയ്യാം. പിന്നീട് എനിക്ക് ആദ്യം 10 ദിവസം അറ്റൻഡ് ചെയ്തവർക്ക് പിന്നെ 3 ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മതിയാവും. ആദ്യം 10 ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ ഈ 3 ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം, ഇഫ് യു ആർ ഗോയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, യു ഹാവ് ടു അറ്റൻഡ് ദ 10 day കോഴ്സ്. അതാണ് എൻ്റെ ഒരു മെത്തേഡ്. ബിൽ ക്ലിൻ്റൺ ഉൾപ്പെടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വിപാസന മെഡിറ്റേഷൻ. എസ്.എൻ. ഗോയങ്കാജി അവരൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അവരൊക്കെ നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മെത്തേഡിനെയും ഒരു ടാക്റ്റിക്കലായിട്ടുള്ള മെത്തേഡ് ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതിനെ എതിർത്തിരുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ജിത്തു കൃഷ്ണമൂർത്തി. അദ്ദേഹത്തെ പോലും കണ്ട് ഇതിനൊരു അപ്രൂവൽ മേടിക്കാൻ ഈ എസ്.എൻ. ഗോയങ്കാജിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ ജിത്തു കൃഷ്ണമൂർത്തിയിൽ പറഞ്ഞതെന്നുള്ളൂ, ഇവിടെ ടീച്ചറോ ഒന്നുമില്ല, ഇവിടെ ടീച്ചിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചിങ് ഒന്നുമില്ല. എന്താണ് സംഭവം? നമ്മുടെ ബോഡിയിൽ സെൻസേഷൻ വെറുതെ ഒബ്സർവ് ചെയ്യുക, സ്വയം ഒബ്സർവ് ചെയ്യുക, സ്വയം റിയലൈസ് ചെയ്യുക. അല്ലാതെ ഇവിടെ ഗുരുവോ ഡോഗ്മാറ്റിസമോ ഗുരുഡമൊന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് പ്യുവർ അവയർനെസ്. നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഒരു ഗുരുവില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക ഒരാളുണ്ടായിരിക്കും, പക്ഷേ അയാൾ നിങ്ങളുടെ ഗുരുവല്ല, ദൈവമല്ല, ഒന്നുമില്ല. ഇവിടെ ഒരു സ്റ്റിഗ്മയോ ഡോഗ്മാറ്റിസോ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഒബ്സർവേഷൻ മാത്രമായിട്ടുള്ള പ്രോസസ്സായിട്ട് തന്നെ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് ജിത്തു കൃഷ്ണമൂർത്തി പോലും ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് ഒരു വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് കൂടി പറയണം. ഈ ഫോഴ്സ്ഫുൾ മെഡിറ്റേഷനെ പറ്റി ഞാൻ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഫോഴ്സ്ഫുൾ മെഡിറ്റേഷൻ ഒരു വലിയ പണിയുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ 10 ദിവസത്തെ ഈ കോഴ്സ് രാവിലെ 4 മണി തൊട്ട് 9 മണി വരെ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുക. ആദ്യത്തെ 3 ദിവസം ബ്രത്ത്, പിന്നെ അല്ലാതെ ബോഡിയിലെ സെൻസേഷൻസ്, ഇതെല്ലാം 10 ദിവസം രാവിലെ 4 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ്. അങ്ങനെ ഇരുന്ന് നമുക്ക് ആർക്കും ശീലമില്ല. പ്രത്യേകിച്ച് ഈ ഫോണിലും മറ്റ് പ്ലഷർ, സെൻസേഷൻ, ക്രേവിങ്, ഫുഡിൽ ഉൾപ്പെടെ അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കാൻ പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഫൈറ്റ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനൊരു സൈഡ് എഫക്റ്റും ഉണ്ട്. ഇത് എസ്.എൻ. ഗോയങ്കാജി പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമില്ല, ഞാൻ പറയുന്നതാണ്. ഈ മെഡിറ്റേഷൻ, വിപാസന മെഡിറ്റേഷൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത പലരും പാതി വഴിക്ക് നിർത്തി പോവുകയൊക്കെ ഉണ്ടായി. ചിലരൊക്കെ ആദ്യം ചവിട്ടിപ്പൊളിച്ചിറങ്ങിപ്പോയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം മനുഷ്യർക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല, ഭ്രാന്ത് പിടിക്കും. നമ്മൾ ഈ സ്വയം നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ ഇരുന്നിട്ടില്ല, നമ്മളെപ്പോഴും പുറത്തായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യാഥാർത്ഥ്യത്തെ കാണുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും എന്നുള്ള സത്യമാണ്. അങ്ങനെ ചിലപ്പോൾ മെൻ്റൽ അൺസ്റ്റെബിലിറ്റി വരെ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഈ ഫോഴ്സ്ഫുള്ളായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട്. ഇത് കോഴ്സ് അറ്റൻഡ് ചെയ്തതിനു ശേഷം പിന്നെ സൂയിസൈഡ് വരെ ചെയ്ത ആൾക്കാരുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ഞാനൊരിക്കലും ഫോഴ്സ്ഫുൾ മെഡിറ്റേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞില്ലേ, ധ്യാനം സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. നമ്മൾ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു മെൻ്റൽ ടോർച്ചർ ആയി കഴിഞ്ഞാൽ അത് വിപരീത ഫലം ചെയ്യും. ചിലരൊക്കെ ആ ഒരു സിറ്റുവേഷൻ കടന്നു വരേണ്ട യോഗ്യത ഉള്ളവർ അത് കടന്നു വരികയും അവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാപ്പനിങ്സ് അവരുടെ ലൈഫിൽ സംഭവിക്കുകയും ചെയ്യും, ഇല്ലെന്നല്ല. പക്ഷേ എവരിത്തിങ് ഷുഡ് കം വിത്ത് എ വാർണിംഗ് അല്ലേ. നമ്മൾ ആൽക്കഹോൾ മേടിച്ച് കഴിഞ്ഞാൽ അതിലിത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വരും. പക്ഷേ നമ്മുടെ ഒരു ചോക്ലേറ്റ് മേടിച്ചാൽ അതിൽ എഴുതി വരാറില്ല, അതിൽ എഴുതി വരേണ്ടതാണ്. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ പറയുന്നതേ ഉള്ളൂ. എസ്.എൻ. ഗോയങ്കാജി ഞാനിതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ വൈബ്രേഷനുള്ള ആളുകളിൽ ഒരാളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസ്, അദ്ദേഹം 10 ദിവസത്തെ മെഡിറ്റേഷൻ കോഴ്സിൽ പറയുന്ന ക്ലാസ്സിൽ ഓരോ ദിവസവും എന്താണ് അവരുടെ അടുത്ത് ഉപദേശിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് എന്നുള്ള ഉൾപ്പെടെയുള്ള ഫുൾ വീഡിയോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് കാണാൻ സാധിക്കും. ആ കോഴ്സ്, അത് ഇൻ്റർവ്യൂ കണ്ട ആ കോഴ്സ് ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കേരളത്തിലും എല്ലാ ജില്ലയിലും വിപാസന സെൻറ്റേഴ്സ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രത്തുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യുക. ഇറ്റ് വിൽ ബി എൻ എക്സ്പീരിയൻസ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മതിയാണെന്ന് തോന്നി നിങ്ങൾ മതിയാക്കി തന്നെ പോകണം. ഫോഴ്സ് ചെയ്ത് വിൻ ചെയ്യാൻ പറ്റും തോന്നിയാൽ നിങ്ങൾക്ക് ഓക്കെ, എനിക്കിത് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റും എന്ന് തോന്നിയാൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ബട്ട് ഇഫ് യു ആർ മെൻ്റലി ബീയിങ് ഡിപ്രസ്ഡ്, ഡോണ്ട് ഡു ഇറ്റ്. ഓക്കെ, താങ്ക് യു.